കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ല. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് ഞാൻ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം ഈ സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മളാരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇന്നലെയും മിനിയാന്നുമായി ഞാൻ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒരു ഒറ്റ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ പൂർണ്ണമായിട്ടും വാർത്തകളൊന്നും കേട്ടില്ല, എൻ്റെ അനലൈസ് റിപ്പോർട്ടുകൾ കേട്ടില്ല. എന്ന് രാത്രി 11:30 മണിക്ക് റിപ്പോർട്ടർ TVയിലെ പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഇന്നലത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ, അതായത് ചില കാര്യത്തിൽ ഞാൻ ഹോംവർക്ക് ചെയ്യാതെയാണോ, കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഹോംവർക്ക് ചെയ്യാതെയാണോ ഈ വിഷയങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയാണ്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സാജൻ സ്കറിയ വിഷയത്തിൽ, ഈ വയർലെസ് ചോർത്തിയ വിഷയമല്ലാത്ത ഒരുപാട് കേസുണ്ട്, അതവിടെ നിൽക്കട്ടെ, വിഷയത്തിൽ ഇതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഞാനന്ന് DGPക്ക് കത്ത് നൽകുന്നത്. അങ്ങനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന MR അജിത് കുമാറുമായി സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലെ 2000 66F നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വെറുപ്പ് വന്നുണ്ടാവും. എന്താ ചങ്ങാതി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വളരെ പ്രധാനമായൊരു വിഷയമാണ്. 66F നിൽക്കില്ല എന്ന് അദ്ദേഹം ഒരു വാദം ഉന്നയിച്ചു. അപ്പോൾ ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, നമ്മളെ വക്കീൽമാരെടുത്ത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ സെക്ഷനെക്കുറിച്ചും ആ ആക്ടിനെക്കുറിച്ചും എന്തിനാണ് ഇത് ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു പണി ചെയ്യാം, അത് ലീഗൽ ഒപ്പീനിയന് കൊടുക്കാം ഹൈക്കോടതിയിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു, ലീഗൽ ഒപ്പീനിയൻ തിരിച്ചു കൊടുത്തു. എന്താ ലീഗൽ ഒപ്പീനിയൻ? ഈ പറയുന്ന ഈ ആക്ട് 66F പറയുന്നത് പോലീസ് സേനയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള സേനകളുടെ ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ ഈ രാജ്യം കാക്കുന്നവരെ ഏത് സേനയായാലും അവരുടെ മെസ്സേജുകൾ ചോർത്തപ്പെട്ടാൽ അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്, ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ടിലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന വയർലെസ് സിസ്റ്റവും അവർ കൊടുത്ത ഒപ്പീനിയൻ തന്നെ അങ്ങനെയാണ്. Whether it is connected or integrated with the software computer system, it will attract.
അത് കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയില്ല. ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന വക്കീലിനറിയില്ല, DGPക്ക് അറിയില്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അദ്ദേഹം പറഞ്ഞു വെദർ ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് വയർലെസ് ആൻഡ് ദ കമ്പ്യൂട്ടർ, വെദർ ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇറ്റ് വിൽ അട്രാക്ട് 66F ആണ്. അപ്പോൾ പിന്നെ അത് പരിശോധിക്കേണ്ട ആരാ? പോലീസാണ്. ഇൻ്റഗ്രേറ്റഡ് ആണ് കേരളത്തിൽ. ആ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് പ്രകാരം കേസെടുക്കണം. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അങ്ങനെ ഒരു ഒപ്പീനിയൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് MLA പരിശോധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ, അതിന് ഒരു വിവരാവകാശം കൊടുക്കണം നിങ്ങൾ DGP ഓഫീസിൽ. ഞാൻ അങ്ങനെ വെളിവില്ലാതെ പറഞ്ഞ കാര്യമില്ല, എൻ്റെ ബോധ്യത്തിൻ്റെയും എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. പ്രിയപ്പെട്ട അരുൺ അത് അന്വേഷിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, വിജിലൻസ്, അതായത് നമ്മുടെ നിയമസഭാ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം, തിരുവനന്തപുരം സ്വദേശി ആഫീസാണ് വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പെറ്റീഷൻ പോകുന്നത്. അങ്ങനെ വിജിലൻസിനോട് പ്രഥമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ പ്രഥമ റിപ്പോർട്ടിലാണ് ഇതിലൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇത് ഫയൽ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്നോട് ചോദിച്ചില്ല, കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന്. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് അത് ക്രൈംബ്രാഞ്ച് വേറെ DGP ആണ്. ഞാൻ ആ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വേറെ DGP എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സൂപ്പർ DGP ആണ് ആര്? അജിത് കുമാർ. അദ്ദേഹം എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ടോർപ്പിഡ് ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബോധവും വിവരമില്ലാതെ അല്ല അത് പറഞ്ഞത്. ആ കാര്യം കൂടി അതിൽ ആ സമ്മേളനത്തിൽ ഞാൻ എവിടെയോ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങളെയും കൂടി അറിവിലേക്ക്, പ്രിയപ്പെട്ട അരുണിൻ്റെയും കൂടി അറിവിലേക്കാണ്. എവിടെയാണ് വിനോദ് കുമാർ? ക്രൈംബ്രാഞ്ച് DGP വിനോദ് കുമാറായിരുന്നു അന്ന് ഞാൻ ഈ പരാതി ഓഫീസ് കൊടുക്കുക. അദ്ദേഹം രാജിവെച്ച് പോയി. അദ്ദേഹം പോലീസിലേ ഇല്ല ഇപ്പോൾ, മനസ്സിലായോ? അദ്ദേഹം പോയി. അങ്ങനെ അതിൻ്റെ കാരണം എന്താ നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പണി നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പണി ചെയ്തതാണ്. എനിക്ക് കിട്ടിയൊരു വിവരമാണ്. കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രേഖകൾ കിട്ടിയിട്ടില്ല. നിങ്ങൾ അന്വേഷിക്കേണ്ട. ഇപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റുഡിയോവും സ്റ്റാഫൊക്കെ ഉള്ളവരല്ലേ. നമ്മുടെ ഈ DGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡുള്ളത്. അതിന് തൊട്ടടുത്ത് 10 സെൻറ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിൻ്റെ ഒരു കറക്റ്റായ ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരു പക്ഷേ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റാണോ 15,000 സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടമില്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട DGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ച് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
മറ്റൊരു പ്രധാന വിഷയം നിങ്ങളുമായി പങ്കുവെച്ചപ്പം കൊന്നും കൊല്ലിച്ചും സുജിദാസ് തന്നെ പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ കൊല്ലാനും കൊല്ലിക്കാനും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കേട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചിരുന്ന ഇടവണ്ണ കേസായിരുന്നു. ഇടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്താണ്, 1-2 കിലോമീറ്റർ. അന്ന് ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ആ മരിച്ച റിദാൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു. വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു, ചോദിച്ചു. ആ കുട്ടി പറയുന്നു, ഇപ്പോൾ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അത് ചെയ്യൂല. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, അവരത്രയും സ്നേഹത്തിലാണ്, ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം, അവൻ്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി, അവരുമായി ബന്ധപ്പെട്ടു എന്ന് സംസാരിച്ചു. അവർ തീർത്തും പറയുന്നു ആ കാര്യം ഈ ഷാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഷാൻ പ്രതിയാക്കപ്പെട്ടു? ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മരിച്ച റിദാൻ ഫാസിലിൻ്റെ ഭാര്യ, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്ന് അറിയാം. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി, ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നവർ സമ്മതിച്ചു കൊടുക്കണം. ആ അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു എന്നാണ്. അങ്ങനെ ഈ കുട്ടിയെക്കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി 3 ദിവസം പോലീസ് മർദ്ദിച്ചു. കുട്ടിയെ നിങ്ങൾ വെളിച്ചം കാണില്ല, നീ സെൻട്രൽ ജയിലിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്, നീ അത് സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കാം, അതുകൊണ്ട് നീ അത് സമ്മതിക്കണം, ഞാൻ ജയിലിലേക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു ആ കുട്ടി. അങ്ങനെ അത് അവരെ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് വേറൊരു വൈരാഗ്യം ഉണ്ടാക്കി. ഒരു സ്റ്റോറി, ഇറ്റ്സ് ഓൾ ബിൽറ്റപ്പ് സ്റ്റോറി. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആ ഫുൾ ഫയലെടുത്ത് ആ കേസ് പഠിച്ചതാണ്. ഒക്കെ കുക്കപ്പ് സ്റ്റോറിയാണ്. അത് കഴിഞ്ഞ് കൊന്നു എന്ന് പറയുന്ന ഈ ഷാൻ്റെ കുടുംബം ആ പയ്യനെ 3.5 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. 3.5 ദിവസം, ഈ സംഭവം നടന്ന 3.5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട്, അവിധ ബന്ധമുണ്ട് എന്ന് സമ്മതിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തി. അവനും അത് സമ്മതിച്ചില്ല. പിന്നീട് ഈ മരിച്ച റിദാനുമായിട്ട് വേറെ ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല, കാരണം ഇപ്പം തെളിവിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുക്കപ്പ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ സംഭവം നടന്നു. ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച റിദാനെ 7 മണിക്ക് അവർ ഒരുമിച്ച്, അതാണ് ആകെ തെളിവ്, വൈകുന്നേരം 7 മണിക്ക് ഇവർ ഒരുമിച്ച് ഇറങ്ങി എന്നുള്ളത്. അതുമെന്ന് അങ്ങോട്ട് സ്റ്റോറി കുക്ക് ചെയ്യുക. ഒരുമിച്ച് പോയി എന്നുള്ളത് ശരിയാണ്. അവർ ചായ കുടിച്ചു, അവരൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിരുന്നു, റെൻ്റേ കാറിന്, ഈ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഫ്രണ്ടിന് വേണ്ടി, മരിച്ചവൻ്റെ ഫ്രണ്ടിന് വേണ്ടി എടുത്ത വണ്ടിയിരുന്നു. അപ്പോൾ ആ പൈസ എത്തിയപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിളിച്ചത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇവനെയും കൂട്ടി ഇറങ്ങി ജാമിയ കോളേജിൻ്റെ അവിടെ എത്തി. അവരൊരു ചായ കുടിച്ചൊരു സിഗരറ്റ് വലിച്ച് പോകാൻ വണ്ടിയില്ല. ഈ വന്നവൻ്റെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ വേറൊരു വണ്ടിയും കാത്ത് നിൽക്കുകയാണ്. അതിനിടയിൽ ഇവന് ഫോൺ വന്നു എന്ന് പറഞ്ഞു, ഈ മരിച്ചവന്. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഷാനിനോട്, ഈ കൊന്നു എന്ന് പറയുന്നതിനോട് പറഞ്ഞു,
നമ്മളൊന്ന് പോകുന്നില്ല, എനിക്കിൻ്റെ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നുണ്ട് ഇവരവിടുന്ന് പിരിയാണ്. ഇവനീ സ്കൂട്ടർ ഓടിച്ചവൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഈ പറയുന്ന ഇവൻ്റെ വീട്ടിന് തൊട്ടടുത്ത മലൻ്റെ മുകളിലാണ് കുന്നുമുറത്തെ സംഭവം ഉണ്ടായത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇവൻ്റെ കൂടെ വന്നു എന്ന ഒറ്റ കാരണം വെച്ചിട്ടാണ് ഇവനെ ഇതിൽ പ്രതിയാക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രധാന കാരണമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി, അതിലത് പരാജയപ്പെട്ടു. മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നീ പൂർണ്ണമായിട്ടും ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. കാരണം അത് വരുന്നത് സുജിത്ദാസിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആര് കൊന്നു, എങ്ങനെ കൊന്നു, പിന്നെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തൊട്ട് ഈ പറയുന്ന കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും നാടും ഓഫീസും അവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. 3.5 ദിവസം കഴിഞ്ഞിട്ട് അവനോട് പറയാണ്, നിന്നെ വീട്ടിലൊന്ന് കൊണ്ടുപോകാൻ, വീട്ടിലൊരു പോയി വരേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഇവർ സെർച്ചിന് പോവുക, ഏത് തോക്ക് കണ്ടെത്തണല്ലോ. പോലീസ് അരിച്ചു പറിക്കുക, 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പറിക്കുക. പോലീസിൻ്റെ അറ്റൻഷനുള്ള വീടാണ്. ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു, റൂമിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കട്ടിലിൻ്റെ ചുവട്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി വെക്കുന്നു, അതാ കിടക്കുന്നത് തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി. ഈ ഫാസിലിൻ്റെ മരിച്ചവൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒരു ഫോണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലെ ഫോണെന്ന് അറിയാൻ കഴിഞ്ഞത്, ഒന്നാമൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല, പോലീസ് റിക്കവറി ഇല്ല. അപ്പോൾ ഈ 2 ഫോണും ഇവനെടുത്തു. ആര്? ഈ പേരൻ്റെ കൺഫ്യൂഷനോ, ഈ കൊന്നു എന്ന് പറയുന്ന എന്താണ്, ഷാൻ. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. എടവണ്ണ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടവണ്ണ പാലത്തിലൂടെ ഞാൻ വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവനവിടെ കൊണ്ടുവരുന്നു, പാലത്തിൽ നിർത്തുന്നു. സിനിമയിലെ കാണുന്ന പോലെ ഇങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് പറയുന്നു. ഭയങ്കര സ്കൂബ ടീം വരുന്നു. 3-4 ദിവസം മുങ്ങുന്നു, പൊങ്ങുന്നു, ഒരു സംഭവമില്ല. തോക്ക് എവിഡൻസ് പോയി. 2 ഫോണും മിസ്സിങ്ങാ. ഏറ്റവും വലിയ തെളിവുള്ള സാധനം അതാണ്. ഇങ്ങനെ കുക്കപ്പ് ചെയ്ത കേസ് ഞാൻ മറ്റിലേക്ക് കിടക്കുന്നില്ല, ഞാനത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങളിതൊന്ന് കേൾക്ക്. നമസ്കാരം സർ, പി വി അൻവർ MLA സാറാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സാറിൻ്റെ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ രീതിയിലൊരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് സാജൻ സ്കറിയ ചോർത്തിയെടുത്ത് മറുനാടൻ ചാനലിന് പ്രക്ഷേപണം നടത്തിയതിനെതിരെ സാറ് നൽകിയൊരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് FIR. അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങൾ ഇടനിലക്കാർ വഴി ADGP അജിത് ഒരു സമീപിച്ചിട്ട് സാജനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിട്ടൊരു കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ വാഗ്ദാനം ചെയ്യും. അപ്പോൾ അതിൽ 1.5 കോടി രൂപ 2 തവണയായിട്ട് MLA അജിത് സാറിന് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്ത് സാറിൻ്റെ പേര് വെളിപ്പെടുത്താനകത്ത് ഇന്റർനെറ്റ് കോൾ വന്നത് ഓർമ്മയുണ്ടോ സാറിന്? അപ്പോൾ ആ വിവരം നൽകി ഞാനായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നടത്തിയ പ്രസംഗം മുഴുവനായി ഞാൻ കേട്ടു. അപ്പോൾ അതിൽ സാറിൻ്റെ അടുത്തോട്ടുള്ള ബഹുമാനം വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം അജിത് സാറിൻ്റെ സ്വഭാവവും പ്രവർത്തന രീതി സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് സാർ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കാറുണ്ട്. അജിത് സാർ തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിലെ KC വേണുഗോപാൽ സാറും K സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസ് ഉണ്ടല്ലോ സാർ.
CBI അന്വേഷണവും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജിത് തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരരായിട്ട് ഈ പാവം സ്ത്രീയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാര് മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കവരുകയും ചെയ്തു സാർ. അപ്പോൾ വർഷങ്ങളോളം അവർ ജയിലിൽ തന്നെ കിടന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് CBI കേസ് എടുത്തത്. അപ്പോൾ ഈ സരിതയുമായിട്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ. ഈ CBI കേസ് ഏറ്റെടുത്തപ്പോഴേക്കും സരിത നിത്യവൃത്തിക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സമയം എനിക്കറിയാം. KC വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ സരിതയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാർ. അജിത് സാർ ഈ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സരിതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്ന് വാങ്ങി കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ്. ഈ വാക്ക് വിശ്വസിച്ച് CBIയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഓർമ്മയില്ല എന്ന് സരിതയുടെ മറുപടി കാരണം അങ്ങനെയാണ് കാരണം. അപ്പോൾ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിയിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടും എത്തിയത്. സാർ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഒരു ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം ബന്ധമുണ്ട് സാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കൂടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 6 സ്വർണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ തന്നെയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 6 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവരെ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. അതിനുശേഷമാണ് സ്വർണം കടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ അജിത് സാറിന്റെ സംഘം പണം കൊടുത്ത് സ്വാധീനിച്ച് ഈ കാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം SP സുജിത് സാറിന് അയച്ചു കൊടുക്കാനാണ് പതിവ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് മലപ്പുറം പോലീസ് പിടിച്ചെടുക്കുന്നത്. ഇതേ സമയങ്ങളിലൊക്കെ അജിത് സാറിന്റെ സംഘം നിർലോകം സ്വർണം കടത്തുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. ഈ പോലീസ് നടപടിയിലൂടെ പൊതുവെ ഒരു കള്ളക്കടത്ത് സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അജിത് സാറിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈയടക്കിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ സന്തത സഹചാരിയായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബുണ്ട്. അജിത് സാറിന്റെ വീട്ടിലെ സ്ഥിരം പുള്ളിയുടെ വീട്ടിലെ സന്ദർശകനാണ് ഈ മുജീബ്. അജിത് സാറിനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിത് സാറിന്റെ പുള്ളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട്. ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് എന്തെങ്കിലും കേസിന്റെ ഒരു അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂലയ്ക്ക് വെക്കും സാറേ. അതൊന്നും ചെയ്യാൻ കഴിയില്ല. അജിത് സാറിന്റെ ഇതിനായിട്ട് IPS ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ എന്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാറ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കാർബറാവും വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് അതിന്റെ തലേദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് അന്വേഷണം ഇതുവരെയും കംപ്ലീറ്റ് ആകാതിരുന്നത്. അതിൽ തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ തോലിട്ട ചെന്നായയുടെ ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിലെ ഒരു വലിയ വിഭാഗം സേന അങ്ങനെ കണ്ണീര് ഒളിപ്പിക്കുന്നത് പോലെ ആയിക്കോട്ടെ. പുള്ളിക്ക് അതിന് ദൈവം അറിഞ്ഞ് നൽകിയ ഒരു അസുഖമാണ്. പുള്ളിക്ക് സോറിയാസിസ് രോഗം വന്നു.
ശരീരത്തിൽ മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിലും സോറിയാസിന്റെ ഒരു അംശമുണ്ട് സാറേ. അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി ആയിട്ട് കാക്കി യൂണിഫോം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ശബ്ദം ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. എൻ്റെ ശബ്ദം എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാർ അത് എൻ്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് സത്യം പുറത്തു പറയാതെ ഒരു സമാധാനമില്ല. അതിൻ്റെ പുറത്താണ് ഈ പറയുന്നത്. നന്ദിയുണ്ട് സാർ. ഓക്കെ, ബൈ. അയച്ചെന്നാ പറയാം. അയച്ചുതരാം. നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ പറയാം. നമുക്കിതിലൊന്നും ഒളിക്കാനില്ല, ആർക്ക് വേണമെങ്കിലും തരാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നത്തോട് കൂടിയിട്ട് ഈ ഒന്നാം ഘട്ട എൻ്റെ ഈ ഓപ്പറേഷൻ്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കേരളത്തിലെ നല്ല IPS ഓഫീസർമാരുണ്ട്. ഏത് കേസും കണ്ടെത്താൻ കഴിയുന്ന IPS അല്ലാത്ത IPS ലഭിക്കാത്ത നല്ല മിടുക്കന്മാരായ സത്യസന്ധരായ ഒരു കാലിച്ചായ പോലും ഒരാളോടും വാങ്ങിക്കുടിക്കാതെ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടി പാലിച്ച് ജീവിക്കുന്ന നല്ല ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിൻ്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ കൾപ്രിറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തു പോയി അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകേണ്ടതുണ്ട്. സത്യസന്ധമായും ഭയമില്ലാതെയും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇദ്ദേഹത്തെ പേടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുഹൃത്തായ സുജിത് ദാസ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ടെററാണ്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നടത്തും. അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അടിച്ചേൽപ്പിക്കും. ഒരാൾക്ക് ചെറുവിരൽ അനക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിൻ്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് അവർ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കട്ടെ. ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ഞാൻ ഈ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വേറെയുണ്ട്, ആളുകളെ കാണാതായതുണ്ട്. അത്തരം കേസുകൾ പരാതി കൊടുത്ത എത്രയോ കേസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കൊടുത്ത പരാതികൾ പലതുണ്ട്. ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ ആ ആളുകളൊക്കെ പലരും വളരെ അങ്ങേയറ്റം വിഷമത്തിലാണ്. അവർക്കൊന്നും നീതി കിട്ടിയില്ല എന്ന ഒരു ഫീലിംഗ് അവർക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഞാൻ ഇന്ന് പോയി നാളെ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണും, അല്ലെങ്കിൽ മറ്റന്നാളും കണ്ട് അത് നൽകാൻ തന്നെയാണ് തീരുമാനം. ഇത് പുതിയ വെളിപ്പെടുത്തലുകൾ ചിലതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. ചിലത് വെളിപ്പെടുത്തിയാൽ ഇനി വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന്
ഈ പറയുന്ന പ്രതികൾ അതിലെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ചിലത് നമുക്ക് പറയാൻ പ്രയാസമുണ്ട്, പുറത്തുവിടാൻ പ്രയാസമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ സത്യസന്ധമായി ഇത് അന്വേഷിക്കാൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള, മുഖം നോക്കാതെ നടപടി, തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ബഹുമാന്യരായ നല്ല ഓഫീസർമാർ ഇവിടെ ഉണ്ട്. അതിൽ IPS റാങ്ക് തൊട്ട് താഴെ വരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരുടെ വരെ ഇടയിൽ ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയതിനപ്പുറം ഈ ഡാൻസ് ആപ്പ് ടീമിൽ നിന്ന്, ഈ ഡാൻസ് ആപ്പ് ടീമാണല്ലോ ഈ സ്വർണം പിടിക്കുന്നത് പുറത്തിട്ടിട്ട്. വേറൊരു കാര്യം, ഈ എടവണ്ണ മരണത്തിൽ ആദ്യം വീട്ടിലിരുന്ന ഡാൻസ് ആഫാണ്, ഡാൻസ് ആപ്പിലെ പോലീസുകാരനാണ്. ഈ കുട്ടി മരിച്ചിട്ട് അപ്പം എല്ലാത്തിലും ഡാൻസ് ഓഫാണ്. അപ്പം ഈ പിടിക്കുന്ന സ്വർണം ഇങ്ങനെ കടത്തിക്കൊണ്ട് വന്നാൽ അതിനെ, ഞാനിത് പറഞ്ഞോന്നറിയില്ല, എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് പിടിച്ചാൽ അത് കൃത്യമായ കണക്കുണ്ടാവും. അതിൻ്റെ സർവൈലൻസ് സിസ്റ്റവും കാര്യങ്ങളുണ്ട്. ഒന്നും അതിൽ തൊടാൻ കഴിയില്ല. വഴിയിൽ നിന്ന് ഇതിനുള്ള പ്രധാന കാരണം 50 ബിസ്ക്കറ്റ് പിടിച്ചാൽ 25 ബിസ്ക്കറ്റോ 20 ബിസ്ക്കറ്റോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ തെളിവ് കിട്ടുമെന്നല്ലേ? ഈ പിടിച്ച ആളുകളുടെയൊക്കെ റെക്കോർഡ് ഇവിടെ ഉണ്ടല്ലോ. അതായത് ഈ പറയുന്ന സുജിത്ദാസിൻ്റെ ടീം പിടിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ റെക്കോർഡറാണ്. എത്രയോ മനുഷ്യരുണ്ട്. ആ ആളുകളെ വിളിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. എത്ര ബിസ്ക്കറ്റ് അവർ കൊണ്ടുവന്നിരുന്നു, എന്താ സംഭവിച്ചിരുന്നത്? 10 ആളെങ്കിലും സത്യം പറയില്ല, 100 ആളെ വിളിച്ചു ചോദിച്ചാൽ. ഇത് തെളിയിക്കാൻ എന്താ പ്രയാസം? അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം ഈ വിഷയം, എനിക്കിങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ കളവ് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ വഴിയുണ്ടല്ലോ. പിന്നെ എല്ലാ തെളിവും എനിക്കിവിടെ കൊടുന്നു വെക്കാൻ കഴിയുമോ? എനിക്ക് കിട്ടുമോ? അപ്പം ഇനി ബാക്കിയുള്ള കാര്യം, ഞാൻ പറഞ്ഞതിൽ നിന്ന് പറഞ്ഞത് വസ്തുതയാണോ, പറഞ്ഞതിനപ്പുറമുള്ള കാര്യം എന്താണ്, ആരൊക്കെയാണ് ഇതിലെ പ്രതികൾ, എന്തൊക്കെ ദേശദ്രോഹ കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ADGP അജിത് കുമാറിന് 75 ലക്ഷം രൂപയോളം ഒരു സെൻറ്റിന് വില വരുന്ന, ഏകദേശം 15-16 കോടി രൂപ വില വരുന്ന ഭൂമി വാങ്ങാൻ പണം ലഭിച്ചത്? പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ പോട്ടെ, ഇവിടുന്ന് തുടങ്ങാൻ നമുക്ക് കവടിയാർന്ന്. ഇവിടെ നമ്മൾ ഈ ലോകം മുഴുവൻ നടന്ന് ആഫ്രിക്ക വരെ പോയി കഷ്ടപ്പെട്ട് മലമ്പരിയും പിടിച്ചിട്ട് നമുക്കൊന്നും സാധ്യമാകുന്നില്ല. ഞാനിപ്പോഴും 100 ചില്ലാനം പഴക്കല്ല വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ വാപ്പുണ്ടാക്കി. അപ്പോൾ ഇവരൊക്കെ ഒരു 4-5 കൊല്ലം ഈ പറയുന്ന പോലെ ADGPയും DGPമാരും ആകുമ്പോൾ ഭൂമിയുടെ വില തന്നെ 15-15.5 കോടി രൂപ. അന്വേഷിക്കട്ടെ. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ. ദയവായി ഞാൻ ആദ്യം പറഞ്ഞ ഈ കവടിയാറിലെ കാര്യം, ദയവായി ഞാൻ മഹേഷിനെ വിളിക്കും വൈകുന്നേരം. മഹേഷുണ്ടല്ലോ ഇവിടെ അല്ലേ? മഹേഷിൻ്റെ മഹേഷിൻ്റെ കോളേജ് മേറ്റും എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അത് മഹേഷിനെ ഏൽപ്പിക്കണം. ഒന്ന് തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ട് ആ കവടിയാറിൽ പോയി കാണാതെ നോക്ക്. ആ സാധനം വൈകുന്നേരം വഴിക്കൊന്ന് കേരളത്തിലെ ജനങ്ങളെന്ന് കാണിച്ചു കൊടുക്കണം. ചെരുപ്പിടാത്ത പാവപ്പെട്ട DGP ഉണ്ടാക്കുന്ന ഈ എന്താ കുറ്റിപ്പരൻ്റെ വിവരം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അതുകൊണ്ട് വിഷയങ്ങൾ 1-ാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധമായി, എന്നോടുള്ള വൈരാഗ്യം നിങ്ങൾ വെച്ചോ, ഞാൻ ഇന്നലെയും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തെടുത്തോ. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഈ നാടിനോടൊപ്പം നിൽക്കണം എന്ന് സ്നേഹപൂർവ്വം ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് 1-ാം ഘട്ടം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ ചോർത്തും. ഞാൻ അയച്ചുതരാം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതൊക്കെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസി ഉറപ്പുവരുത്തില്ല. നമുക്കത് ഉറപ്പുവരുത്താനുള്ള സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അതെ അതെ അതെ. അല്ല, അത് ഇനി അന്വേഷിക്കുന്ന ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. അല്ല, അതിലിപ്പോൾ 2 കാര്യം. ഒന്നിപ്പോൾ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട അതിലെ സാക്ഷികളും പരാതിക്കാരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമല്ലോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്. ഈ ഫോൺ കോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമല്ലോ. ഇതിൽ പറഞ്ഞ ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് വരുള്ളൂ. ഇതെനിക്ക് കിട്ടിയ ഇങ്ങനെ പല വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൽ ആളുള്ളതുണ്ട്,
ഡയറക്റ്റ് വന്ന് പറഞ്ഞതുണ്ട്, വേറെ ആൾ ദൂതന്മാർ വഴി വന്നതുണ്ട്, അനോണിമസായി വന്നതുണ്ട്. ഇതൊക്കെ ഇതിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അന്വേഷണം നടത്തേണ്ട ആരാ? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ആ അല്ല, 100% ഇങ്ങനൊരു അന്വേഷണം നടക്കുമ്പം ആ അന്വേഷണം ആർക്കെതിരെയാണോ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് ആ വ്യക്തിയെ തന്നെ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുന്നത്. മാറ്റി നിർത്തണം തന്നെ എൻ്റെ അഭിപ്രായം. ആ കിട്ടിയോ? വീട് കണ്ടു. അപ്പോൾ ന്യൂസ് 18 അനുമതി പറയുന്നത് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ കവടിയാറിൽ ന്യൂസ് 8 പ്രവർത്തകർ റിപ്പോർട്ടേഴ്സ് ആ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ വീട്, പാവപ്പെട്ടവനായ ADGP സത്യസന്ധൻ കാണിക്കണ്ടല്ലോ അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ ഇങ്ങനെ. അപ്പം ഇനി ബാക്കി അവർ നോക്കട്ടെ. ഞാനെങ്ങനെ സ്ഥിരീകരിക്കുക? ഞാൻ എന്താ സയൻറ്റിഫിക് എഞ്ചിനീയറാണോ? അതൊക്കെ ഇവർ നോക്കട്ടെന്ന്. എനിക്ക് അയച്ചു തന്നെ നിങ്ങൾക്ക് വിട്ടു. എനിക്കറിയുന്ന ആളല്ല. ഓ അതെനിക്കൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയില്ലല്ലോ ആരോ. അതൊക്കെ നീ നിങ്ങൾ പരിശോധിക്കുക പൊന്നാര മാഷേ. എനിക്ക് കിട്ടിയ നിങ്ങൾക്ക് തന്നു. ഞാൻ അന്വേഷിക്കണില്ല, അന്വേഷിക്കട്ടെ. ഞാൻ കിട്ടിയ മെസ്സേജ് തന്നു. എനിക്കതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ സംശയം? എല്ലാം കൊടുക്കും. അല്ലേ, ഞാൻ ഇപ്പോഴല്ലേ അത് അറിയുന്ന മാഷേ. നമുക്ക് വഹിയൊന്നുമില്ലല്ലോ. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ അതൊക്കെ പുറത്തു വരുന്നു. അല്ലെങ്കിൽ ഇവരെ പറ്റിയൊന്നും മിണ്ടാൻ പറ്റില്ല വെച്ചിരിക്കുന്നു പാവങ്ങൾ. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഫൈറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ പല ആളുകളും നമ്മളെ ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നത്. മറ്റതൊക്കെ ഇവർ അസ്പൃശ്യരായ മനുഷ്യരാണ്, കേസിൽ കുടുക്കി വാദിയെ തന്നെ പ്രതിയാക്കുമെന്നുള്ള ഭയത്തിലായിരുന്നു പലരും ഇരുന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വരുന്നത്. ഞാനൊന്നും ആരോപിച്ചിട്ടില്ല. ഞാൻ ആ കേട്ട കാര്യം ഇവിടെ പറഞ്ഞു. അതിന് നിങ്ങൾ പരിശോധിക്കുക. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടീം വരട്ടെ, അവർ പരിശോധിക്കട്ടെ. ഏതാ? വിദേശത്ത് നിന്ന് എങ്ങനെ? ആ അല്ല, വോയിസ് മെസ്സേജാണ് അത്. വരാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോഴല്ലേ പരാതി പറഞ്ഞു. ഇന്നലെ പിന്നെ ഞാൻ ഒന്നുമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പിന്തുണ കിട്ടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ലല്ലോ. അത് നമ്മൾ പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ മുഖ്യമന്ത്രിക്ക്. അതിക്ക് പരാതി കൊടുക്കാതെ ഞാൻ പോകുന്നല്ലേ പറഞ്ഞു. എങ്ങനെ? മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണല്ലോ. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ അഭിപ്രായവ്യത്യാസം നിങ്ങളിൽ ചിലർക്കല്ലേ ഉള്ളൂ. എനിക്ക് ആ വ്യക്തിയെ വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ഈ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇടപെടുന്നത് അന്വേഷിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്കും, എല്ലാം നോക്കും. ഞാൻ പറഞ്ഞതുകൊണ്ട് അതെല്ലാം അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്തെത്തിയത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പിണറായി വിജയനായത്. ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ നീതിബോധവും തന്നെയാണ്. ഇതൊരു പല ജാതി കൊടുങ്കാറ്റ് ഇവിടെ വന്നല്ലോ, അദ്ദേഹം വീണിട്ടില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. ആ ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തള്ളാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ ഞാൻ ചെയ്ത്? മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് പിന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ അദ്ദേഹത്തിനാണ് നടപടി സ്വീകരിച്ചാൽ പോരെ. നിങ്ങളെങ്ങനെ അങ്ങനെ പറയാം? അല്ല, എനിക്ക് 3.5 കോടി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തന്നെയുണ്ട്. 3.5 കോടി. അല്ല, ഞാൻ പറഞ്ഞല്ലോ 3.5 കോടി ജനത്തിൽ പാർട്ടിയും പെട്ടില്ലേ? എങ്ങനെ? എനിക്കറിയില്ല. നമ്മളെന്നും ആ പാർട്ടി ലൈനിൽ തന്നെയല്ലേ നിൽക്കാറുള്ളൂ. എങ്ങനെ?
പാർട്ടിയുടെ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പലരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ പാർട്ടി ലീഡർഷിപ്പായിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റും. നമുക്കൊരു ദിവസം എന്തെല്ലാം കാര്യങ്ങളല്ല. പാർട്ടി സെക്രട്ടറിയാണ് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം തിരക്കിൽ വിഷയമല്ലേ. അങ്ങനെ എന്തൊക്കെ ഒക്കെ വരട്ടെ, നമുക്ക് നോക്കാം. ഓ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? അതിൻ്റെ ഉത്തരവാദി പോലീസല്ലേ? ഇപ്പോൾ പോലീസിൻ്റെ സേനയല്ലേ? അത് ഏത് ഗ്രൂപ്പിൽ നിന്ന് കിട്ടി മറ്റേന്ന് കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് ഉത്തരവാദി അതല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് അങ്ങനെ പോയി അവനെ പിടിക്കണ്ടേ? അതല്ല ഇൻവെസ്റ്റിഗേഷൻ. ഞാനെങ്ങനെയാണ് ഉന്നയിക്കുക? നിങ്ങൾ ഇത്ര വിവരമില്ലാത്ത ചോദ്യം ചോദിക്കില്ലേ പ്ലീസ്. അത് ശരിയല്ലല്ലോ. കസ്റ്റഡിക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യം കൂടി പുറത്തുവിടാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ പോയി പറഞ്ഞത്. അതെ അതെ. അല്ല, അതൊക്കെ നമുക്ക് അപ്പം നോക്കാന്ന്. എന്തിപ്പോ ആ ചോദ്യത്തില് അതൊക്കെ നമുക്ക് പറയാം. എനിക്ക് ഈ കേരളത്തിലെ 3.5 കോടി ജനതയുടെയും പിന്തുണ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതാണ്. അതിലെല്ലാവരും വരും, നിങ്ങളും വരും എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അവസാനത്തെ പ്രസംഗം സാധാരണ അങ്ങനെയല്ല, യാത്രയപ്പുണ്ടാവും. യാത്രയപ്പ് പ്രസംഗമായി മാറിയോ എനിക്കറിയില്ല. മൂപ്പര് പറഞ്ഞു അത് ഇനി ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം പോവാതിരിക്കുക. അതുകൊണ്ട് കുറ്റവിമുക്തനാവില്ലല്ലോ. അദ്ദേഹം നാളെ രാജിവെച്ചു അജിത് കുമാർ. അതുകൊണ്ട് എന്താ ആളെ കുറ്റവിമുക്തനാവും? ഒരിക്കലും ഇല്ലല്ലോ. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല.